അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൂ. എന്നിട്ടിപ്പോ എന്താ പറയുന്നത് അറിയോ? ഇബ്രാഹിം നബിയുടെ കാലത്ത് നിന്നാ ഇന്ത്യ സംസാരിക്കാവുന്നത്. വലിയ വിഗ്രഹത്തിന്റെ കഴുത്തില് കോടാലി കൊളത്തിയിട്ട് മറ്റീന്റെയൊക്കെ തലയറുത്തല്ലോ. എന്നാ വലിയ വിഗ്രഹം സംസാരിച്ചൂടെ? ഇത് ഇബ്രാഹിമാ ചെയ്തത്. അന്ന് ശൈത്താൻ ആ ട്രിക്ക് പ്രയോഗിച്ചില്ല വെച്ചിട്ട് പിന്നെ ലോകത്തോടെയും പ്രയോഗിക്കാൻ പാടില്ല എന്നാ. ശൈത്താൻ എന്തേ അന്ന് ചെയ്യാറുള്ളത്? ശൈത്താനോട് ചോദിച്ചു നോക്കിയും. നിങ്ങൾക്കല്ല ശൈത്താനായിട്ട് കൂടുതൽ ബന്ധം. ഓനോട് ചോദിച്ചു നോക്കി, എന്തേ ഇബ്രാഹിം നബിന്റെ കാലത്ത് ഇങ്ങനെ സംസാരിക്കാന്ന്. അന്ന് സംസാരിക്കാത്തോണ്ട് ഇനി എവിടെ സംസാരിച്ചാലും ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് നിങ്ങൾ പറഞ്ഞാലും അവനോട്. ഞങ്ങൾക്ക് അതിന്റെ പണിയില്ല. പിന്നെന്താണ് വലിയ തെളിവറുകള്? വിഗ്രഹങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ കുറെ ആയത്ത് നോട്ടീസാക്കി കൊടുത്തിരിക്കാം. വിഗ്രഹങ്ങൾക്ക് കഴിവുണ്ടെന്ന് ആരെങ്കിലും വാദിച്ചോ? മടവൂരികളെ എവിടെ? വിഗ്രഹങ്ങൾക്ക് കഴിവുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാച് ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. ഞാൻ ഇന്നലെ ശബാബില് ആ ഡോക്ടർ അബ്ദുൾ റഷീദ് കുതിരക്കുളത്തിന് ചെറിയ മുണ്ടം എഴുതിയ മറുപടിയിലൊക്കെ പറഞ്ഞതാ. ദിവ്യാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് പല കഴിവുകളും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശിർക്കൻ കേന്ദ്രങ്ങളിൽ പിശാച് പല പ്രവൃത്തികളും നടത്തും. ആ കൂട്ടത്തിൽ ചിലപ്പോ ഇങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ല. തലശ്ശേരിയിൽ ഇയാൾ പ്രസംഗിച്ചപ്പോ മാഹിയിലുള്ള ഒരു പ്രവർത്തകൻ, അക്കൗണ്ടന്റും കമ്പ്യൂട്ടർ പ്രോഗ്രാമറും ഒക്കെ ആയി വർക്ക് ചെയ്യുന്ന മാഹിയിലെ ജുനൈദ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞോ? തലശ്ശേരി പള്ളിയിലെ ഇമാം എന്നോട് ചോദിച്ചു. തിരുവരങ്ങാടി കേരളത്തിന് കേരളം മുഴുവൻ വിതരണം ചെയ്യുന്ന നോട്ടിൽ പച്ച നുണ ഇയാൾ പറഞ്ഞിരിക്കുകയാണ്. തലശ്ശേരി പള്ളിയിലെ ഇമാം ജുനൈദ്. അപ്പൊ താടി വെച്ചാലൊക്കെ കണ്ട ഇയാൾ പണ്ഡിതവേഷം എന്നാണ് പറയാം. താടി ഇയാൾക്ക് പണ്ഡിതവേഷമാണല്ലോ. അപ്പൊ പണ്ഡിതവേഷം എന്നുള്ള ആൾക്ക് താടി കണ്ടപ്പോ എന്ത് വിചാരിച്ച് അത് പള്ളിയിലെ ഇമാമായിരിക്കും. അയാൾ എന്താ പറഞ്ഞത്? വിഗ്രഹം പാല് കുടിച്ചതും സത്യമായിക്കൂടെ? പല ദിവ്യാത്ഭുതങ്ങളും കാണിക്കുന്നതൊക്കെ ശൈത്താനാണ് സഹായിക്കുന്നത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പാല് കുടിച്ചു എന്ന് തോന്നിപ്പിച്ചുകൊണ്ടും ചിലപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൂടായികയുണ്ടോ എന്ന്. അയാൾ ആരുമല്ല KNMന്റെ. അയാൾ ഗൾഫിൽ പോയിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മറ്റൊക്കെ വായിച്ചിട്ട് സലഫി പ്രസ്ഥാനത്തെ മനസ്സിലാക്കി വന്ന ഈ അടുത്ത കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് വന്നൊരു പ്രവർത്തകനാണ്. അയാള് തലശ്ശേരി പള്ളിയിലെ ഇമാമ് പറഞ്ഞു വിഗ്രഹം പാല് കുടിച്ച സത്യമാണ്. എന്നിട്ട് KPS ഫാറൂഖി എന്ന വിധി അത് കേരളം മുഴുവൻ നോട്ടീസാക്കി ഇറക്കി. ഇയാളെ എല്ലാ പൊട്ടപ്പോയത്തങ്ങളും ആ കാസറ്റിൽ പറഞ്ഞ എല്ലാ അബദ്ധങ്ങളും ആ നോട്ടീസിലേക്ക് ഛർദ്ദിച്ച് അത് കേരളം മുഴുവൻ ഇഹ്സാൻ, ഇഹ്സാൻ നന്മ പ്രവർത്തിക്കൽ, നല്ല നന്മയാടോ, ഇഫ്സാദ് എന്നാ അതിന് പേര് കൊടുക്കേണ്ടത്. അതിനാണ് ഞാൻ മറുപടി എഴുതിയത്. ജിന്നും സിഗറും മടവൂരികളും നിഷ്പചരണവും എന്ന് അവരാ നോട്ടീസിനാണ് ഞാൻ മറുപടി എഴുതിയത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ജനങ്ങളെ മുമ്പിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഒരു നോട്ടീസ് ഇറക്കിക്കാണ്. ഓ, മഹാനായ അബ്ദുസ്സലാം സല്ലമീദാ ധീരമായി ഇവരെ നേരിടുന്നു. എന്താ നേരിടുന്നത്? വിഗ്രഹങ്ങൾക്ക് കഴിവില്ല എന്നുള്ള കുറെ ആയത്തം കൊടുത്തിരിക്കുക. എന്നിട്ട് ഇബ്നു കസീറിന്റെ പേരിൽ ഒരു പച്ച നുണയും. ഇബ്നു കസീർ പറഞ്ഞിരിക്കുന്നു സൂറത്ത് താഹാന്റെ അർത്ഥത്തില് വിഗ്രഹങ്ങൾ കയറിക്കൂടി സംസാരിക്കുമായിരുന്നു. ഇബ്നു കസീർ നിങ്ങൾ കാണിച്ചു തരുമോ? നുണ പറയാൾക്ക് ഒരു മടിയില്ല. എന്തെങ്കിലും ഒരു വാല് പിടിച്ചിട്ട് അങ്ങ് പറയന്നെ. ഇബ്നു കസീർ പറഞ്ഞിരിക്കുന്നു വിഗ്രഹങ്ങളിൽ കയറിക്കൂടി സംസാരിക്കാൻ പിശാചിന് കഴിയൂല. പിശാചിന് എന്തൊക്കെ കഴിയാന്നുള്ളത് പിശാചിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞെന്ന പഠിച്ചോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇയാളുടെ തന്നെ ബുഖാരി ഇയാളുടെ നൂറുൽ യഖീനിലുണ്ടല്ലോ പിശാച് ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചു. എന്നിട്ട് പിന്നെ അയാൾ ന്യായീകരിക്കാണ് അത് ദുർമന്ത്രണം നടത്തിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് സംസാരിപ്പിച്ചതായിരിക്കും എന്ന്. ഹദീസിലുള്ളത് ബുഖാരിയിലുള്ളതൊക്കെ പിശാച് അലമുറയിട്ടു എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറഞ്ഞിട്ട് അയാൾ ഇല്ലാത്ത വാദം നമ്മളെ മേൽ വെച്ച് കെട്ടുക, എന്നിട്ട് ഇയാൾ അതിന് ഭംഗിയായി അങ്ങോട്ട് മറുപടി പറയാ. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, സിഹിറിനെ പറ്റി പറഞ്ഞല്ലോ. സിഹിറിനെ പറ്റി പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സിഹിർ സത്യമാണെന്ന് പറഞ്ഞ ചെറിയ മുണ്ടത്തെ കുറിച്ച് നിങ്ങളെ നിലപാടെന്താ? അത് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അയാൾ നവയാഥാസ്ഥികനാണോ, അന്ധവിശ്വാസിയാണോ? അത് പ്രചരിപ്പിക്കുന്ന ശബാബ് അന്ധവിശ്വാസികളുടെ പത്രമാണോ, നവയാഥാസ്ഥികരുടെ പത്രമാണോ? അത് നിങ്ങൾ പറഞ്ഞാൽ ഇതിന് ഞങ്ങളും മറുപടി അറിയും. അടുത്തത്, ജിന്ന് പിശാച് വിഷയങ്ങൾ നിങ്ങൾക്ക് പുതിയ വീക്ഷണമില്ലെന്നും അരനൂറ്റാണ്ട് മുമ്പേ പുലർത്തിപ്പോന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നും അലി അബ്ദുൾ റസാഖ് മദി പ്രസ്താവിക്കുന്നത്. എങ്കിൽ പിശാചുക്കൾക്ക് ബുദ്ധിഭ്രമം, അപസ്മാരം പോലെയുള്ള ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടമുള്ള രൂപങ്ങൾ സ്വീകരിക്കാൻ സാധ്യമല്ലെന്ന് 86 ഫെബ്രുവരി മാസം അൽമനാറിൽ എഴുതിയതും ഇതുവരെയും തിരുത്തിയിട്ടില്ലാത്തതുമായ അഭിപ്രായമാണോ, അല്ലെങ്കിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ പുത്തൻ വാദം അൽമനാറിൽ എഴുതിയതാണ് അത് എന്ന സക്കരിയ സലാഹിയുടെ വാദമാണോ അരനൂറ്റാണ്ടുള്ളതും ഇപ്പോഴും അംഗീകരിക്കുന്നതുമായ ആശയം? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഖുർആൻ പരിഭാഷകളിൽ നിന്നും നമ്മുടെ മുൻഗാമി എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. അതിലൊന്നും ഈ പറഞ്ഞില്ല. ഈ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി സ്വന്തം എഴുതിയതാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. 86 ഫെബ്രുവരിയിൽ KP മുഹമ്മദ് മൗലവിക്ക് കുറ്റിപ്പുറം സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില തിരക്കുണ്ടായപ്പോ അതേ അബ്ദുസ്സലാം എഴുതി കുറച്ച് മറുപടി എഴുതണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആ നേതൃത്വത്തിൽ തിരികിയതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷമുള്ള പരിപാടിയിൽ അയാളെ ഈ തട്ടിപ്പ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു തരും.
അയാൾ പറയാണ് ഇയാൾ എഴുതിയതാന്ന് പറയാതെ സൂത്രത്തില് ഔദ്യോഗിക അഭിപ്രായാണ്, ഏതെങ്കിലും ലേഖകം പേര് വെച്ച് എഴുതിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് KNMന്റെ പേരിൽ വെച്ച് ചാർജ് ചെയ്യാണ്. എന്നിട്ട് അയാളെ കൊണ്ട് നമ്മൾ ഇടത്തനാട്ടുകാരനെ സമ്മതിപ്പിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇനി അങ്ങനെ ഒന്നും കാണാതെ KP ഏൽപ്പിക്കോ, ഞാൻ മുഹദ്ദിസാണെന്ന് ചമഞ്ഞ് നടക്കാന്നൊക്കെ അല്ലേ പറയണേ, എനിക്കൊരു വിവരം ഇല്ലെങ്കിൽ പിന്നെ KP ഏൽപ്പിക്കോ. വിവരമുള്ള ആളാണ് ഞാൻ, അതുകൊണ്ടാ KP ഏൽപ്പിച്ചതെന്നാണ് വ്യംഗ്യം. അങ്ങനെ ഞാൻ തിരികിയതാണ്, ഇങ്ങക്കാണ് തിരുത്തിക്കൂടെ, ഞങ്ങൾ തിരുത്തിയ ഇയാൾ അംഗീകരിക്കോ? ഇയാളെ ബുക്കിലുള്ള ഇപ്പൊ ഞാൻ തിരുത്തിയ ഇയാൾ അംഗീകരിക്കോ? അത് ഓനല്ല തിരുത്തിയ, ഞാൻ തിരുത്തിയ ഓനാരാ അല്ലേ? ഇപ്പൊ AP തിരുത്തിയ ഇയാൾ അംഗീകരിക്കോ? ഇപ്പൊ തിരുത്തേണ്ട AP അല്ലേ? KPക്ക് ശേഷം വന്ന AP തിരുത്തിയ ഇയാൾ അംഗീകരിക്കോ? ആ തിരികെയോ തിരുത്തണം. ഞാൻ തിരികിയതാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്തിക്കൂടെ എന്നാ, തിരികെയോ തിരുത്തട്ടെ. തിരികിയത് അയാളാണെന്ന് പറയുന്നുണ്ട്, അതിന്റെ ക്ലിപ്പ് ഞങ്ങളിവിടെ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആജാതി പൊട്ടീസൊന്നും ഇവിടെ വേണ്ട. അയാളുടെ പേനയും അയാളെ നാവും ഉണ്ടാക്കിയ ഫിത്തന മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. മറ്റൊന്ന്, MM അക്ബർ എഴുതി KP മുഹമ്മദ് അലി പരിശോധിച്ച് മുജാഹിദ് പ്രസിദ്ധീകരിച്ച യേശു മഹാനായ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പ്രേതബാധ, ഭൂതബാധ, പിശാചബാധ തുടങ്ങിയ പേരുകൾ വ്യവഹരിക്കപ്പെടുന്ന രോഗങ്ങളിലധികവും അപസ്മാരമോ ഹിസ്റ്റീരിയോ ആണെന്നും മനുഷ്യരുടെ ശരീരത്തിൽ കയറിക്കൂടി അവർക്ക് രോഗമുണ്ടാക്കാനുള്ള കഴിവെന്നും പിശാച് നൽകിയതായി വേദപുസ്തകങ്ങളിലൊന്നും പഠിപ്പിക്കുന്നുണ്ടെന്നും പേജ് 30-31 എഴുതിയ അഭിപ്രായം പുതിയ പതിപ്പിൽ നീക്കം ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. KP മുഹമ്മദ് അലി പരിശോധിച്ച് തെറ്റ് കാണാത്ത അഭിപ്രായം ഇപ്പോൾ ഒഴിവാക്കിയത് എന്തുകൊണ്ട്? ഞാൻ MM അക്ബറുമായി ബന്ധപ്പെട്ടു. MM അക്ബർ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിച്ച ആദ്യ കാലത്ത് അവറാം മൗലവി എന്ന മൗലവി ഉണ്ടായിരുന്നു പരപ്പനങ്ങാടി. അയാള് ശരിയായ അബ്ദുസ്സലാം സുല്ലമിന്റെ വാദങ്ങളൊക്കെയാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ബൈബിളും മറ്റൊക്കെ പഠനം നടത്തിയപ്പോ ഈസാ നബി ഇങ്ങനെ പിശാചെ പുറത്തുപോ എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ ഒഴിപ്പിച്ചതൊക്കെ കണ്ടപ്പോ അത് അന്ധവിശ്വാസമാണെന്ന് ഞാൻ എഴുതിയിരുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉഖ്റുജ അദുവല്ലാഹ്, അള്ളാന്റെ ശത്രു പുറത്തുപോ എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ കണ്ടപ്പോ ഇതൊരിക്കലും അന്ധവിശ്വാസമായിരിക്കില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഈസാ നബിയുടെ പേരിൽ ആ പറഞ്ഞത് ബൈബിളിൽ കടത്തിക്കൂട്ടിയതാവാൻ സാധ്യതയില്ല എന്ന നിലക്ക് ഞാൻ ആ പരാമർശം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കി. അടുത്ത പതിപ്പിൽ തന്നെ തെറ്റ് മനസ്സിലാക്കിയ തിരുത്തലാ മാന്യത. മുമ്പൊരു അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അബദ്ധത്തെ ന്യായീകരിച്ച് നടക്കല് മുനാഫിക്കിന്റെ പണിയാണ്, മുസ്ലിമിന്റെ പണിയല്ല. അതുകൊണ്ടാണ് MM അക്ബർ തിരുത്തിയത്. KP അത് പരിശോധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി KP പരിശോധിച്ചു തന്നെ വെക്കുക, KPന് ശ്രദ്ധയിൽപ്പെടാതെ പോയിക്കൂടെ? ശ്രദ്ധയിൽപ്പെട്ടു തന്നെ വെക്കുക. എന്നാലും തെറ്റാണെന്ന് അറിഞ്ഞാൽ തിരുത്തണ്ടേ? തിരുത്തി ആ തൊട്ടടുത്ത് ഒരു പതിപ്പേ അത് ഇറങ്ങിയിട്ടുള്ളൂ. അടുത്ത പതിപ്പിൽ അദ്ദേഹം അത് ഒഴിവാക്കി. അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. നിങ്ങൾക്ക്